സാമൂഹികപരമായിട്ട് എല്ലാ പ്രശ്നങ്ങളിലും ഷൈൻചേട്ടന്റെ ഒരു പ്രസന്റ് ഉണ്ടാവാറുണ്ട്. അതായത് സംസാരത്തില് വൈറൽ കണ്ടന്റുകൾ വരികയും ഒക്കെ ചെയ്യാറുണ്ട്. ഇപ്പോഴത്തെ കത്തി നിൽക്കുന്ന വിഷയത്തില് ഹേമ കമ്മിറ്റി നമ്മുടെ വയനാട് അത് വെള്ളമല്ലേ, വെള്ളം പറ്റിയ ആൾക്കാരെ കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ലേ? എത്രയോ ആൾക്കാരെ ഉള്ളിപ്പെട്ട് അവിടെ മരിച്ചവർക്കും വീട് ആർക്കും തെറ്റായിട്ടില്ല, കാര്യങ്ങളൊന്നും തെറ്റായിക്കൊണ്ടിരിക്കുന്നുള്ളൂ. അപ്പോഴേക്കും നിങ്ങൾക്ക് വേറെ കത്തി പിടിക്കുന്ന വിഷയത ബാക്കിയുള്ളവരുടെ ഈ മരി എനിക്കാവുന്ന കഥകൾ അല്ലെ, അതിന്റെ പിന്നാലെ കണക്കിപ്പോ കത്തിപ്പിടുത്തം. ഒന്നെങ്കിൽ അത് സംസാരിക്കാതിരിക്കാനുള്ള എന്തെങ്കിലും നമുക്ക് ഉണ്ടായോണ്ടേ. നമുക്ക് മാത്രം ഇല്ലാത്തതും അവർക്ക് മാത്രം ഉള്ളതായിട്ടുള്ള കാര്യമല്ലല്ലോ അല്ലേ? അത് ഒരൊറ്റ പ്രൊഫഷനിൽ മാത്രമുള്ള കാര്യമാണോ? അല്ലല്ലോ. അല്ല. എന്നാലും ആരന്റെ അമ്മയ്ക്ക് ഭ്രാന്തിക്കുന്നത് കാണാൻ പറ്റില്ല എന്നുള്ള പറഞ്ഞ പോലെ അല്ലേ? അതിനേക്കാളും വലിയ വിഷയമായിട്ടാണോ ഇത് തോന്നാം? ആണോ? സിനിമയിലാകുമ്പോ എല്ലാവർക്കും കുറച്ചും കൂടി ഒരു അറിയാനൊരു ആഗ്രഹം, ബാക്കിയുള്ളവര് അറിയുന്ന ആൾക്കാരാകുമ്പോ അത് പറയാനും സംസാരിക്കാനും കുറച്ചും കൂടി വലിയ വിഷയവും അല്ലേ? അതായത് അതിൽ മാത്രമുള്ള കാര്യമാണെങ്കിൽ ഞാൻ സംസാരിക്കും. ആണോ? സിനിമയിൽ മാത്രമുള്ള കാര്യമാണ് ഈ സംസാരിച്ചുകൊണ്ടിരുന്നത്. ഏത് കമ്മീഷനാണെങ്കിലും അല്ലല്ലോ. നമ്മുടെ സൊസൈറ്റിയിലും ഈ കേരളത്തിലും ഈ ഇന്ത്യയിലും ഈ ഭൂമിയിലുള്ള കാര്യമല്ലേ അല്ലേ? അപ്പൊ അതിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കേണ്ട കാര്യമല്ലോ. അതിലൂടെ കഴിഞ്ഞ ദിവസം ഒരു പ്രതികരണം നടത്തിയായിരുന്നു. അതായത് ഒരു കൈവീശി ഒന്ന് കൊടുത്താൽ തീരാവുന്ന പ്രശ്നങ്ങളെ പെൺകുട്ടി ശരിക്കും ആൺകുട്ടികൾക്ക് അത്ര ധൈര്യമുള്ളൂ അല്ലേ? ഇവിടെ ഇക്കണ്ട ആൺകുട്ടികൾക്ക് ഇടയിൽ പെൺകുട്ടി ഇരിക്കണമെങ്കിൽ ആ പെൺകുട്ടിക്ക് ധൈര്യല്ലേ? ഇക്കണ്ട പെൺകുട്ടികൾക്ക് ആൺകുട്ടി പോയിട്ട് ഇരിക്കുവോ? ഞാൻ ഇരിക്കില്ല, എനിക്ക് പേടിയാണ്. അവരൊന്നും ചെയ്തിട്ടല്ല, നമുക്ക് അതിനുള്ള ഗട്ട്സ് ഇല്ല. അപ്പൊ ഈ പെൺകുട്ടി ഇവിടെ നിങ്ങളുടെ കൂടെ ഇരിക്കുന്നുണ്ടെങ്കിലും വരുന്നുണ്ടെങ്കിലും എല്ലാ പെൺകുട്ടികളും എവിടെയാണെങ്കിലും ഏത് പ്രൊഫഷനിലാണെങ്കിലും പെൺകുട്ടികൾ കുറവാ അല്ലേ? പെൺകുട്ടികൾ വരണ്ടാവും നമ്മൾ പറയില്ല, അവര് വരുന്നതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം. പെൺകുട്ടികളുമായി സഹപ്രവർത്തിക്കണം. അത് സ്കൂളിൽ എല്ലാ സ്കൂളും മിക്സഡ് ആകണമെന്ന് പറയാൻ അതില്ലാത്തത് കൊണ്ടും നമ്മളെ ആൺകുട്ടി പെൺകുട്ടി വേർതിരിച്ചിരുത്തുന്നത് കൊണ്ടും ചെറുപ്പം മുതലേ പെൺകുട്ടികളോട് സംസാരിച്ച് ഇടപഴകി എന്ന് പറയുന്നത് കൊണ്ടുമാണ് ഒരവസരം വരുമ്പോഴും അല്ലെങ്കിൽ അവന് അധിപനാവുമ്പോഴും എന്തിന് അതിനെ അറിയാൻ ശ്രമിക്കുന്നത് അല്ലേ? ഇത് ആൺകുട്ടി പെൺകുട്ടി രണ്ട് വ്യക്തികൾ അല്ലേ? ചെറുപ്പം ഇപ്പോഴത്തെ പിള്ളേർക്ക് ആ പ്രശ്നമില്ലല്ലോ. അടുത്തിരിക്കുമ്പോഴും അല്ലെങ്കിൽ യാത്ര ചെയ്യുമ്പോഴും പെരുമാറുമ്പോഴും നമുക്കത് കാണുമ്പോൾ ഉണ്ടാവുള്ള ചൂരലെടുപ്പാടി എടുത്ത് നമ്മൾ ഇറങ്ങണം. മറ്റേ ഇന്റർവ്യൂക്കൊക്കെ കാഴ്ചക്കാരൻ മനസ്സിലാണ് പ്രശ്നങ്ങൾ കൂടുതൽ അല്ലേ? അപ്പൊ കമ്മീഷന്റെ ആവശ്യമില്ല. ആണിന് പെണ്ണിനെ അറിയാം, പെണ്ണിന് ആണിനെ അറിയാം. ഇത് ആണിന് പെണ്ണിനെ നോക്കാൻ പാടില്ല, പെണ്ണ് ആണിനെ നോക്കാൻ പാടില്ല, സംസാരിക്കാൻ പാടില്ല, തൊടാൻ പാടില്ല, മിണ്ടാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കഴിഞ്ഞാൽ പാടില്ല എന്ന് പറഞ്ഞല്ലേ ഒരാൾ ആദ്യം തന്നെ ചെയ്തോക്കുക. അങ്ങനെയല്ല, നീ ആ പഴം തിന്നലെന്ന് പറഞ്ഞാൽ ആദ്യം ആ പഴം തിന്നു. ആണോ? ആ പഴത്തിനെ പറ്റി പറയാതിരുന്നെങ്കിലോ? പഴം തിന്നിരുന്നോ? ഇതൊന്നും ചിന്തിക്കാനോ അല്ലെങ്കിൽ സംസാരിക്കാനോ നമ്മുടെ ഇടയിൽ ആരും ഉണ്ടെങ്കിൽ തന്നെ അവരൊന്നും പറയില്ല. കാരണം എന്താ? നമ്മൾ പറയാൻ പാടുമോ? ഇതെങ്ങനെ മാറ്റാമെന്നുള്ള വിചാരിച്ചിട്ടോ ഇതൊന്നും ഇനി ഒരിക്കലും ഒരാൾക്കാരെ ബാധിക്കരുതോ മോശമായിട്ട് പോകരുതോ എന്ന് വിചാരിച്ചിട്ടല്ല ഇതിനൊന്നും ഇവരെ എതിർക്കുന്നതും അത്തിരി ഓശാകുലരാവുന്നതും അല്ലേ? ഇത് വീണ്ടും ഉണ്ടാവണം, ഇതിൽ കൂടുതൽ ഉണ്ടാവണം എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ ഡ്രഗ്സിന്റെ കേസാണെങ്കിലും ഡ്രഗ്സ് ഉണ്ടാവാതിരിക്കാൻ ഭരിക്കണവരെ പിടിച്ചിട്ട് കാര്യണ്ട. ഇതിന്റെ ഒക്കെ ഉത്ഭവത്തൊന്നും പോയി പിടിക്കണ്ടേ? അത് പിടിക്കാനുള്ള ആർക്കാ ധൈര്യമുള്ളത്? ആർക്കെങ്കിലും നിങ്ങൾക്ക് എന്താ ചോദിക്കാൻ ധൈര്യം? എന്നിട്ട് ഈ ഭരിക്കുന്ന പിള്ളേരെ പിടിച്ചു കഴിഞ്ഞാൽ നിൽക്കുവോ? നിൽക്കണം താല്പര്യത്തോട് കൂടിയിട്ടാണ് ചെയ്യണമെങ്കിൽ അതല്ല ചെയ്യേണ്ടത്. ഇനിയിപ്പോ സ്ത്രീകൾക്കെതിരെയുള്ള പ്രശ്നങ്ങൾ തീരണമെങ്കിൽ അത് എവിടെ നിന്ന് തുടങ്ങണം? ഇനിയുള്ള കുട്ടികളിൽ നിന്ന് തുടങ്ങണം. നമ്മള് അവർക്കെങ്കിലും കറക്റ്റായിട്ട് മനസ്സിലാക്കണം എന്താണ് സ്ത്രീ, എന്താണ് പുരുഷൻ, എന്താണ് അവരുടെ അവയവങ്ങൾ, എന്താണ് അവരുടെ പരിപാടികൾ, എന്തൊക്കെയാണ്, ഇതെന്താണ് സെക്സ്. What is sex? Who is talking about sex here? No, nobody is talking about sex. ഒരാൾ ഒരു കളി ഉണ്ടെങ്കിൽ കളി മുടക്കാൻ വേണ്ടി നടക്കുന്ന ആൾക്കാരല്ലേ നമുക്ക്. അപ്പോഴും നിങ്ങൾ ചിരിച്ചു. ഞാൻ ഇതിനും ഡയറക്റ്റായിട്ട് പറയാൻ പറ്റാത്ത കാരണം ഞങ്ങളുടെ മുഖം വീട്ടു. ഈ കളിക്കാൻ അറിയാത്തവരും കളി നടത്താൻ അറിയാത്തവരും ഉള്ള കഴപ്പ് അല്ലേ? ഇതൊക്കെ എല്ലാവർക്കും ഉള്ള സാധനങ്ങൾ തന്നെയാണ്. അതിന് വേണ്ട വിധത്തിൽ മറ്റൊരാൾക്ക് ഇഷ്ടമാണെങ്കിൽ, അയാൾക്ക് പ്രാധാന്യം ഉണ്ടെങ്കിൽ, അയാൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം സന്തോഷത്തോടുകൂടി ചെയ്യുന്നതാണ് നിങ്ങൾക്കും സന്തോഷം അല്ലേ?
പക്ഷെ ഇതൊക്കെ ഈ പറഞ്ഞ രീതിയിലൊക്കെ രണ്ടുപേര് ഏത് മേഖലയിലാണെങ്കിലും ഇപ്പം സിനിമ മേഖലയിൽ മാത്രമല്ല ഏത് മേഖലയിലാണെങ്കിലും ഇങ്ങനെ രണ്ടുപേര് തമ്മിൽ അടുക്കുകയും പിന്നീട് ശരീരബന്ധം ഉണ്ടാവുകയും ചെയ്തു കഴിഞ്ഞാലും കുറച്ച് കഴിയുമ്പോൾ ഇവര് അതൊരു പീഡനമാക്കി അതാണല്ലോ ഇവിടുത്തെ മെയിൻ പീഡനങ്ങളുടെ കേസ് അല്ലേ. അതും എന്തുകൊണ്ടാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരവരുടെ ഇഷ്ടം കൊണ്ട് ചെയ്യുന്നതല്ല. സെക്സ് എപ്പോഴും നമ്മൾ സെക്സിന് വേണ്ടി മാത്രം ചെയ്യുക, മറ്റൊന്നിനും വേണ്ടി ചെയ്യാതിരിക്കുക. അത് പണത്തെ ആണെങ്കിലും പവറിനാണെങ്കിലും സ്ഥാനത്തിനാണെങ്കിലും അല്ല, അത് കൊടുക്കുന്നവനും വാങ്ങുന്നവനാണെങ്കിലും സെക്സ് എപ്പോഴും സെക്സിന് വേണ്ടി മാത്രം ചെയ്യുക. എന്തും അത് എന്തിനു വേണ്ടി മാത്രം ചെയ്യാൻ പാടുള്ളൂ. മനസ്സിലാവുന്ന കാര്യമാണ്. ഇല്ലെങ്കിൽ അവനത് നഷ്ടപ്പെടുന്നു. കുറച്ച് കഴിഞ്ഞിട്ട് തോന്നുന്നു എനിക്ക് ചെയ്തു പോയി അതിനെ കുറിച്ച് എന്തെങ്കിലും കിട്ടു പോകണ്ട, തെറ്റായി പോയി എന്നത് തെറ്റാണ്. തെറ്റല്ലാത്ത രീതിയിൽ അതിനു വേണ്ടി ചെയ്യുക. അത് നമുക്കറിയാവുന്ന കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. നമുക്ക് ഒരാളെ മാത്രം കല്ലെറിയാൻ പറ്റില്ല, ഒരു മൗലിക്ക് മാത്രം. വെറുതെ കുറ്റപ്പെടുത്താൻ വേണ്ടി മാത്രം കുറ്റപ്പെടുത്തരുത്. ഒരിക്കലും നമ്മൾ എന്താണ് ഇവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത്, നമ്മൾ ഒരിക്കലും ഒരു പ്രശ്നത്തെ കേന്ദ്രീകരിച്ച് അല്ലെങ്കിൽ അതിനെ പറ്റിയല്ല സംസാരം. പ്രശ്നക്കാരിയുമാണ് നമ്മുടെ ചർച്ച അല്ലേ. ഒരു എനർജിനെ കുറിച്ചുള്ള സംസാരത്തിൽ ആരെ കുറിച്ചാണ് കൂടുതൽ വന്ന പേര്? ആ പ്രശ്നം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടോ നമ്മുടെ നാട്ടില്? അപ്പൊ ഏത് പ്രശ്നത്തെ നമ്മൾ ഇല്ലാതാക്കാനാണ് ശ്രമമെങ്കിൽ അതിനെക്കുറിച്ച് സംസാരിക്കാം. ഹെൽത്തി ഡിസ്കഷൻസ്. പ്രശ്നകാരിനെയല്ല മെയിനായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത്. മനസ്സിലായോ? ആരാ നമുക്കറിയാമോ ഏത് ഡിപ്പാർട്ട്മെന്റ്? സർക്കാരിന്റെ ഏത് ഡിപ്പാർട്ട്മെന്റിൽ അവർ വർക്ക് ചെയ്യണം? 4 വർഷം മുന്നേ ഏത് ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്തത് ഹേമ കമ്മീഷൻ? ഏമാന്ന് പറഞ്ഞ വ്യക്തി ഏത് ഡിപ്പാർട്ട്മെന്റിലാണ് സർക്കാരിന്റെ വർക്ക് ചെയ്യുന്നത് അറിയോ? ഹേമ കമ്മീഷൻ ഇതുകൊണ്ട് സർക്കാർ കമ്മീഷൻ ഏർപ്പാടാക്കിയത് ഇവിടെ സ്ത്രീയാണ്. അത് ഏത് മേഖലയിൽ വർക്ക് ചെയ്യുന്ന സ്ത്രീയാണെന്ന് അറിയോ? അറിയില്ല. പിന്നെ ചോദിക്കാറുണ്ട് ഹേമ കമ്മീഷനെ കുറിച്ചിട്ട് ഒരു കാലത്തും പഠിക്കാൻ ചോദിക്കാനും പാടില്ലേ? നിങ്ങൾ ഒന്നിനും ചെറുപ്പക്കാരല്ലേ, ഇവര് പറയണ ബാക്കിയുള്ള പറഞ്ഞൊന്നും കേൾക്കണ്ട. അറ്റ്ലീസ്റ്റ് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കണം. ഇപ്പൊ പഠിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞിട്ടില്ലേ കുറെ ആൾക്കാര് പഠിച്ചിട്ട് പറയുമോ? IAS അല്ലേ? അറിയോ? അറിയും. IAS ആണായിരുന്നോ? ആ പിന്നെന്തായിരുന്നു? അവര് ഏത് ഉദ്യോഗസ്ഥയാണെന്ന് അറിയോ നിങ്ങൾക്ക്? ഹൈക്കോടതിയിലെ എത്ര പേർക്ക് അറിയാം നിങ്ങൾ? പിന്നെന്തോ മേഖലയിൽ ഒരു വർക്ക് ചെയ്തിട്ടുണ്ട് അറിയോ? റിട്ടയർഡ് ജഡ്ജ് കേരള ഹൈക്കോടതിയില് അവര് ഇതുവരെ പഠിച്ചിട്ടുണ്ട് അറിയോ? അവര് വേറെ ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്തിട്ടുണ്ട്? സാധാരണക്കാരുടെ ഇടയിൽ ജീവിച്ചിട്ടുണ്ടോ? വർക്ക് ചെയ്തിട്ടുണ്ടോ? എന്താ പറഞ്ഞോ അങ്ങോട്ടോ? ഗൂഗിളൊക്കെ തപ്പിക്കോ. ഗൂഗിൾ തപ്പിട്ടും കിട്ടുന്നില്ലേ? ഞാൻ ഒരു കമ്മീഷൻ അപ്പുറത്തേക്ക് നിൽക്കട്ടെ. ചോദിക്കുന്ന ചോദ്യം ഇതാണ്. അവര് ഒരു അന്വേഷണം നടത്തി എന്ന് പറയുന്നു. അപ്പൊ അമ്മയിലുള്ള അംഗമാണ് ഷൈൻ ചേട്ടൻ. അപ്പൊ ഷൈൻ ചേട്ടന്റെ അടുത്ത് അങ്ങനെ ഒരു അന്വേഷണത്തിന് വന്നിട്ടില്ല. ഇല്ല അമ്മയെ സംഘടനയിലുള്ള അവരെന്ന് പറയുന്നത് 99% ആളുകളുടെ അടുത്തും ഇത്തരത്തിൽ അന്വേഷണമായിട്ട് വന്നിട്ടില്ല. വഴിയില്ല. അപ്പൊ അത്തരത്തിൽ ആരടുത്തും അന്വേഷിക്കാതെ ഇത്തരത്തിലൊരു റിപ്പോർട്ട് അതൊക്കെ നിങ്ങൾ അവരോട് ചോദിക്കേണ്ട എന്റെ മക്കളെ. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കുന്ന പല കാര്യങ്ങളും അല്ലേ? ഇതൊക്കെ ശരിക്കും റിപ്പോർട്ട് വായിച്ചു എന്നാലും ഉച്ചമാര് വായിക്കും. റിപ്പോർട്ട് എവിടെ എല്ലാവർക്കും വരുന്നുണ്ട്. ആരൊക്കെ വായിച്ചോ? പകുതി വായിച്ചോണ്ടിരിക്കും. എന്തൊക്കെ പറഞ്ഞിരിക്കണം?
മോശമായിട്ട് പറഞ്ഞ ആരെങ്കിലും വായിച്ചേ മൊത്തം അതൊക്കെ ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുന്നു പറഞ്ഞിരിക്കുന്നു. കൃത്യമായിട്ടൊരു പേര് പറയാതെ ഇന്ന ഇന്ന സംഭവങ്ങൾ മാത്രം ഉണ്ട് എന്ന് പറയുന്നത് അത് ശരിയായ അപ്പൊ തന്നെ അവർക്ക് സംഭവത്തില് പുതിയ പേര് നടന്നിട്ടുണ്ടെന്നൊക്കെ ഉറപ്പുണ്ടോ? അവരാരുടെയും പേര് പറയാതെ കൂട്ടുണ്ടാക്കി അവരോട് പോയി ചോദിക്കുക ആരൊക്കെ പേര് അവര് മറച്ചു വെച്ചിരിക്കണേ. എന്നോട് ചോദിച്ചിട്ട് എന്താ കാര്യം എന്റെ മക്കളെ? അതുകൊണ്ട് സോറി ക്ഷമിച്ചിരിക്കും. എവിടെയാണ് വരുന്നത്? ഹേമ കമ്മീഷനെ കുറിച്ചാണ്. എവിടെ പറയുന്നു? അയ്യോ ഞാൻ ഇപ്പൊ തന്നെ പറഞ്ഞു. വൺ normal question then this question. I can't talk like you ചേട്ടാ. ഹേമ കമ്മീഷൻ ഈ ഒരു അലിഗേഷൻ അല്ലെങ്കിൽ ഇത്തരത്തിലൊരു അമ്മ സംഘടനയിലുള്ള ആർക്കും ആരുടെയും പ്രത്യേകിച്ച് ആരുടെ പേര് പറയാത്തത് കൊണ്ട് ആർക്ക് വേണമെങ്കിലും വിചാരിക്കാലോ ഇതിപ്പോ ആരെ പറ്റിയാണെങ്കിൽ തന്നെ ഇതിപ്പോ ആണുങ്ങളെ പറ്റിയിട്ട് തന്നെയാവുന്നുണ്ടോ? ഒരു നിർബന്ധമില്ലല്ലോ. ഇവിടെ സ്ത്രീ ഡയറക്ടേഴ്സും ഇല്ലേ, സ്ത്രീ ആക്ടേഴ്സും ഇല്ലേ? അവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന കാര്യങ്ങളല്ലേ ഇത് അല്ലേ? ഇത് ആണുങ്ങൾ മാത്രം ചെയ്യുന്ന കാര്യമാണോ? ആണാ ആണും പെണ്ണും അടങ്ങിയ സമൂഹമല്ലേ? എല്ലാ വ്യക്തികളാണ്, ആണും പെണ്ണും അടങ്ങിയതല്ലേ? ഇതിപ്പോ എല്ലാവരും ആണുങ്ങളെ വിട്ട് തീർന്നല്ലേ? ഞാൻ അങ്ങനെ എന്തെങ്കിലും ഉദ്ദേശിച്ചിട്ടുണ്ടോ? വെറുപ്പിക്കുന്നല്ലേ ഉള്ളൂ. സ്ത്രീകൾക്ക് നല്ലൊരു തൊഴിലിടം ഉറപ്പാക്കാൻ വേണ്ടിട്ട് ചോദിക്കുന്നതൊന്നല്ലല്ലോ. നിങ്ങൾക്ക് കുറച്ച് വ്യൂസ് വേണം എന്നുള്ളതുകൊണ്ടല്ലേ. ആ കമ്മിറ്റി റിപ്പോർട്ടിനകത്ത് എന്തുണ്ടെന്ന് നിങ്ങൾക്ക് ആർക്കും അറിയത്തില്ല, നിങ്ങൾ ആരും വായിച്ചിട്ടില്ല. അതെന്താണെന്ന് ഒരു പ്രശ്നങ്ങളുണ്ട്. ആ കമ്മിറ്റി കൊണ്ട് ഈ സിനിമാ മേഖലയ്ക്കോ അല്ലെങ്കിൽ സിനിമയിൽ ഭാവിയിലെ തലമുറയ്ക്കോ നമ്മുടെ സമൂഹത്തിലുണ്ടോ ഒരു ഗുണം ഉണ്ടാകാൻ പോകുന്നതിനകത്തൊരു റിപ്പോർട്ട് തന്നെയാണ്. ഇത് മാറ്റാൻ വേണ്ടിയിട്ടുമല്ല. പക്ഷെ ഞങ്ങൾ ഈ ഹേമ കമ്മീഷന് എത്ര പെൺസുഹൃത്തുക്കളുണ്ടെന്ന് ചോദിച്ചിട്ടുണ്ട്. ഒരു സ്ത്രീക്ക് ഏറ്റവും കൂടുതലുള്ള ആൺ സുഹൃത്തുക്കളാണ്. എനിക്ക് പറയാൻ പറ്റില്ല. എന്റെ സുഹൃത്തുക്കളുടെ കാര്യം പറഞ്ഞു. എന്റെ പെൺസുഹൃത്തുക്കൾക്ക് കൂടുതലുള്ളത് ആൺ സുഹൃത്തുക്കൾ അല്ലേ? നമ്മളിപ്പോ സ്ഥലത്ത് പ്രവർത്തിക്കുമ്പോ നിങ്ങൾക്ക് എന്തെങ്കിലും വേർതിരിവ് ഞങ്ങൾ കാണിച്ചിട്ടുണ്ടോ? വർക്ക് ചെയ്യുന്ന സമയത്ത് സ്ത്രീകളായതുകൊണ്ട് അവർക്കത് വേണ്ട, അവർക്ക് വേണം, ഞങ്ങൾക്ക് വേണം. നിങ്ങൾക്ക് നല്ല മുറി തരാൻ തന്നെ ഞങ്ങൾ നോക്കിയിട്ടുള്ളൂ. എന്നോടാണ് ചോദിക്കുന്നത്. അപ്പൊ എനിക്കറിയാവുന്ന കാര്യങ്ങൾ എനിക്ക് പറയാലോ. ഇപ്പൊ ഇവര് പറഞ്ഞു ഞാൻ എന്തെങ്കിലും ചോദിച്ചപ്പോ നിങ്ങൾ മിണ്ടാതിരുന്നു. ഇത് നമ്മളെ വേർതിരിച്ച് ചോദിക്കുന്ന കാര്യമല്ല. ഇതങ്ങനെ കൊടുക്കാത്ത സ്ഥലങ്ങളിൽ അതങ്ങനെ കൊടുക്കപ്പെടണം. എല്ലാവർക്കും തുല്യത. അപ്പൊ ആൺ പെൺ വ്യത്യാസം ഇല്ല ഞങ്ങൾക്കിടയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത്. ആക്ച്വലി മനസ്സിലായ അങ്ങനെ വ്യത്യാസമുള്ള ആളുകളും വ്യത്യസ്തമായി പെരുമാറുന്ന ആളുകളും ഉണ്ടായിരിക്കാം, ഉണ്ട്. അത് സിനിമയിൽ മാത്രമല്ല. ഇവര് വീട്ടിൽ നിന്ന് ഇറങ്ങി കയറുന്ന ഓട്ടോറിക്ഷയിലുണ്ട് ഇല്ലേ, കയറുന്ന ബസ്സിലുണ്ട്, പോകുന്ന ബാങ്കിലുണ്ട്, ഹോസ്പിറ്റലിലുണ്ട്, സ്കൂളിലുണ്ട് ഇല്ലേ? ഇവർക്കിടെ എല്ലാവർക്കിടയിലുണ്ട്. ബസ്സിൽ നിന്ന് ചാറ്റി വെക്കുന്ന പരിപാടികൾ കേട്ടിട്ടില്ലേ? പിള്ളേരെ കുതിരവെക്കുന്ന കേട്ടിട്ടില്ലേ? ആദ്യ പീഡനങ്ങളൊക്കെ തുടങ്ങുന്നത് എവിടെയാ അല്ലേ? കമ്മീഷൻ നടക്കുക. ഇത് ആണുങ്ങളും പെണ്ണുങ്ങളും ഉള്ളിടത്ത് അല്ലെങ്കിൽ അങ്ങനത്തെ വ്യക്തികളുള്ളിടത്ത് ഇതെന്താണ് പരിപാടി എന്ന് കറക്റ്റ് ആയിട്ട് അറിയാത്തവർക്ക് ഇടയിലുണ്ട്. ഇത്രയും പറഞ്ഞില്ലേ, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് നമ്മളിത് ഓപ്പൺ ആയിട്ട് സംസാരിക്കാൻ തുടങ്ങാം. ആദ്യം അറ്റ്ലീസ്റ്റ് എന്താണ് ലൈംഗികത? ലൈംഗികത മാത്രമാണ് ഇതിന്റെ പ്രശ്നം. അല്ലാതെ പിന്നെ ഇതിന്റെയൊക്കെ മൂലമായിട്ടുള്ള കാര്യം ലൈംഗികതയ്ക്ക് വേണ്ടിയിട്ടല്ലേ ഇതൊക്കെ? ഇതിന്റെ മെയിൻ വിഷയം ലൈംഗികതയാണോ? ലൈംഗികത മാത്രമായിട്ട് മാധ്യമങ്ങൾ ലൈംഗികമായിട്ടല്ലാതെ പിന്നെ
ലൈംഗികത മാത്രമായിട്ട് മാധ്യമങ്ങളും അതുപോലെ തന്നെ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന കുറെ മെയിനായിട്ട് മാധ്യമങ്ങൾ തന്നെ പെരുപ്പിച്ച് കാണിക്കുന്നു മാത്രമേ ഉള്ളൂ. അത് അതിനകത്തൊരു ഭാഗം അല്ല ഞാൻ ചോദിക്കുന്നത് എന്താണ് ഇവരെ ചോദിക്കുന്നത്? ലൈംഗികതയാണ്. തൊഴിലിടങ്ങളിൽ ആണിനും പെണ്ണിനും ഒരേപോലെ വർക്ക് ചെയ്യാനും അവിടെ പെർഫോം ചെയ്യാനുള്ള സ്വാതന്ത്ര്യവും അതിന് ചിലവര് കഴിഞ്ഞാടുന്നു. അതെ, അങ്ങനെ പെണ്ണുങ്ങൾ വർക്ക് ചെയ്യാൻ വരണ്ട എന്ന് പറയാറൊന്നുമില്ല. അല്ല, വരാറില്ല. പക്ഷെ അതാണ് മെയിൻ പ്രശ്നം അവിടെ. നമ്മുടെ ഇൻഡസ്ട്രിയില് പെൺകുട്ടികൾക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ പെൺകുട്ടികൾ തന്നെ ചെയ്യണം. ഭാര്യയായിട്ട് ആണിനെ അഭിനയിക്കാൻ പറ്റുമോ? പറ്റുമോ? അപ്പൊ നമ്മൾ ഒരു പെണ്ണിനോട് വരണ്ടെന്ന് പറയോ? പറയൂടാ. അതുകൊണ്ടല്ല ഇപ്പൊ നിങ്ങൾ ഇരിക്കുന്ന എത്ര പെൺകുട്ടികളുണ്ട്? ഇതിനേക്കാൾ കൂടുതൽ പെൺകുട്ടികളുണ്ട് ഞങ്ങളുടെ സിനിമയില്. ഇവിടെ തന്നെയുണ്ട് 2 ആണും 2 പെണ്ണുങ്ങളും. ഇപ്പൊ ഈ ചോദിച്ച ചോദ്യം ഈ തിരിഞ്ഞ് അങ്ങോട്ട് ചോദിക്കും. പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റാൻ പറ്റുന്ന സാധനങ്ങളൊക്കെ നിങ്ങൾ ചെയ്യാറുണ്ട്. ഇല്ലാന്ന് ആര് പറഞ്ഞു? അതൊന്നും ഇല്ലെങ്കിൽ അതൊരു ഒറ്റപ്പെട്ട സംഭവം, അല്ലെങ്കിൽ അത് അവരുടെ ഇൻഡസ്ട്രിയിൽ അല്ലെങ്കിൽ അവരുടെ സെറ്റിൽ നടക്കുന്ന പരിപാടിയായിരിക്കും. നമ്മുടെ രാജ്യത്ത് എത്ര വീടുകൾക്ക് മറ്റു പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റാൻ പറ്റിയ വീടുകൾ ഉണ്ടായിരുന്നു രാജ്യത്ത്? നമ്മുടെ കേരളം വെച്ച് നിങ്ങൾ അന്വേഷിച്ചിട്ടുണ്ടോ? ഇപ്പൊ വയനാട്ടിൽ വീട് നഷ്ടപ്പെട്ടവരെങ്ങനെ കാര്യങ്ങൾ നടത്തണമെങ്കിൽ അന്വേഷിച്ചിട്ടുണ്ടോ? ഇവിടെ ആരെ ഏത് സിനിമയിലാണ് ബാത്റൂം സ്ത്രീകൾക്ക് കൊടുക്കാതിരിക്കുന്നത്? കുറെ ഉണ്ട്, അത് ഉണ്ടാവും. പക്ഷെ നമ്മൾ അങ്ങനെ മനഃപൂർവ്വം ചെയ്യാറില്ല. അത് ചെയ്യുന്നുണ്ടെങ്കിൽ ആ വ്യക്തികള് അവരെ പോണ വീട്ടിലും അവര് പോണ സ്ഥലങ്ങളിലൊക്കെ അങ്ങനെ ആയിരിക്കും പെരുമാറുന്നത്. സിനിമകാരൻ മാത്രമായിട്ട് പ്രശ്നമല്ല. ഞാൻ സ്കൂളിൽ അങ്ങനത്തെ അനുഭവങ്ങൾ അനുഭവിക്കുന്ന കുട്ടികളുടെ പെൺകുട്ടികളുടെ പിന്നെ നമ്മുടെ ഈ ഇൻസ്റ്റ പോസ്റ്റ് തുറന്നു നോക്കി കഴിഞ്ഞാൽ അറിയാം പെൺകുട്ടികൾക്ക് അത് എത്ര മോശമായിട്ടാണ് കമന്റ് ഇടുന്നത്. ഇല്ലേ ഇല്ലേ? അവിടെ തൊട്ട് ആ കമന്റ് ഇടുന്നതിൽ ഏതെങ്കിലും സിനിമക്കാരുണ്ടാ? നിങ്ങൾക്കിടയിലുള്ള ആളുകളും അതിന്റെ പ്രേക്ഷകരും ഫോളോവേഴ്സുമായിട്ടുള്ള ചെറുപ്പക്കാരും സ്കൂളിൽ പഠിക്കുന്ന പിള്ളേരൊക്കെ തന്നെയല്ലേ പോസ്റ്റ് ഇടുന്നത്. ഈ നിങ്ങളിടുന്ന ക്യാപ്ഷൻസ് എങ്ങനെയാ? ലൈംഗികമാണോ? സ്ത്രീയെ കുറ്റപ്പെടുന്ന രീതിയിലുള്ളതാണോ? ഈ സ്ത്രീയെ literally you rape a lot of girls by writings. ഇല്ലേ? എന്നിട്ട് ഇങ്ങോട്ട് ഞാൻ ചോദിക്കുക, ഇപ്പോഴത്തെ ചെറിയ പിള്ളേർ നമ്മുടെ നാട് വളർന്നു വരുന്നല്ലോ, കാര്യങ്ങൾ കുറച്ചും കൂടി വ്യക്തമായിട്ട് അറിയട്ടോ. അത് കൊച്ചിനൊക്കെ അറിയില്ലേ? ഇവരൊക്കെ